റഹ്മാനിർ-റഹീം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബ്ദുല്ലാഹ്, ഇദാ റഅയ്തൽ മആസിഫ അലാ റുഊസിഹിം, ആളുകൾ തലയിൽ വിനോദോപകരണങ്ങൾ വച്ച് നടക്കുന്നത് കണ്ടാൽ അന്ത്യനാളായി എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. തലയിൽ വിനോദോപകരണം വെച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് പെട്ടെന്ന് മനസ്സിലാകും. കുട്ടികൾ തലയിൽ ഇങ്ങനെ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് നടക്കുന്നത് കാണാൻ കഴിയും. വാഹനത്തിലും യാത്രയിലുമൊക്കെ മ്യൂസിക്കുള്ള സംഗീതങ്ങൾ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് അതിങ്ങനെ തലയിൽ വെച്ചിങ്ങനെ നടക്കുക. ഈ ഒരു അവസ്ഥ അന്ത്യനാളിൻ്റെ അടയാളമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, മിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ്. വിനോദ വാർത്തകൾ പൈസ കൊടുത്തു വാങ്ങുന്ന ആളുകളുണ്ട് ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വലിയ ശിക്ഷയുണ്ടെന്നാണ് പറയുന്നത്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറയുന്നുണ്ട്, വല്ലാഹി വല്ലാഹി വല്ലാഹി, പടച്ചവനാണ് സത്യം, ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന വിനോദ വാർത്ത സംഗീതങ്ങളാണ്, മ്യൂസിക്കുള്ള സംഗീതങ്ങളാണ് എന്ന് സത്യം ചെയ്ത് പറയുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു, ഇസ്ലാമിക ഖിലാഫത്ത് നിലനിൽക്കുന്ന സ്ഥലത്ത് മ്യൂസിക്കുള്ള സംഗീതം ഒരാൾ ആലപിക്കുന്നുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, തൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്നും സംഗീതം കേട്ടാൽ അനുവാദമില്ലാതെ അവിടെ കയറി ചെന്ന് അത് നിർത്താൻ വേണ്ടി അവനോട് ആവശ്യപ്പെടാം. ഒരു വീട്ടിൽ കയറി ചെല്ലാൻ അനുവാദം വേണം, പക്ഷെ സംഗീതം കേട്ടാൽ അത് നിർത്താൻ ആവശ്യപ്പെടാൻ അവിടെ കയറി ചെല്ലാൻ അനുവാദം പോലും ആവശ്യമില്ല. അന്ത്യനാളെടുക്കുമ്പോൾ എൻ്റെ സമുദായം സംഗീതങ്ങളെ അനുവദനീയമാക്കും, അതിനൊക്കെ എന്താ കുഴപ്പം, അതൊക്കെ വേണ്ടേ എന്നൊരവസ്ഥയിലേക്ക് ഈ സമുദായം തന്നെ എത്തിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും. ഇമാം മാലിക്കിനോട് ഒരാൾ വന്ന് പറയുന്നുണ്ട്, എൻ്റെ മകൻ ഖുർആൻ പഠിക്കുന്നുണ്ട്, പക്ഷെ ഓർമ്മ നിൽക്കുന്നില്ല. ഇമാം മാലിക് ചോദിച്ചു, നിൻ്റെ മകൻ സംഗീതം കേൾക്കാറുണ്ടോ? പറഞ്ഞു, ഉണ്ട്. എന്നാൽ നിൻ്റെ മകൻ ഖുർആൻ പഠിച്ചാൽ ഓർമ്മ നിൽക്കില്ല. സംഗീതം കലാമു ശൈത്താൻ, പിശാചിൻ്റെ സംസാരമാണ് സംഗീതം. ഖുർആൻ കലാമുള്ള അള്ളാഹുവിൻ്റെ കലാമാണ്, രണ്ടും കൂടി ഒരു സ്ഥലത്ത് സംഗമിക്കുകയില്ല എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് മ്യൂസിക്കുള്ള സംഗീതങ്ങൾ നാട്ടിൽ വ്യാപകമാകുകയാണ്. നാട്ടിൽ പല മാമാങ്കങ്ങളും നടക്കും. നമ്മളതിൽ പങ്കെടുക്കണമെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. കവിതകൾ ശിർക്ക് വരാത്ത, സ്ത്രീയെ വർണ്ണിക്കാത്ത, മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാത്ത, തിന്മകളേക്ക് പ്രചോദനം നൽകാത്ത കവിതകൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. നബിയുടെ മുന്നിൽ തന്നെ പലരും പാടിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആ രീതിയിൽ കവിത ആലപിക്കുന്ന ആളാണ്. ഷാഫി ഇമാം അത്തരത്തിലുള്ള ആളാണ്. സുശ്വാസങ്ങൾക്ക് തന്നെ കവികളുണ്ടായിരുന്നു. അതൊന്നും തെറ്റല്ല. ഈ പറഞ്ഞത് സ്ത്രീകളെ വർണ്ണിക്കുന്ന, മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മകൾക്ക് പ്രചോദനം നൽകുന്ന, ബഹുദൈവാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന മ്യൂസിക്കുള്ള സംഗീതങ്ങളെല്ലാം ഇസ്ലാം നിരോധിച്ചതാണ്. അതൊരു വിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ല. അതുമായി ബന്ധപ്പെടുന്നത് നമ്മുടെ ഈമാനിനെ, നമ്മുടെ ഓർമ്മയെ, ഖുർആനികമായ ജീവിതത്തെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അതിൽ നമ്മൾ വിട്ടുനിൽക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം തിന്മകളിൽ നമ്മളെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ കുടുംബത്തെയൊക്കെ മാറ്റി നിർത്തുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാനും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.